മീനഭരണിക്ക് 7 ദിവസം മുമ്പ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ചടങ്ങാണ് കോഴിക്കല്ല് മൂടൽ. ശ്രീഭദ്രകാളി ദാരികനുമായി അംഗം കുറിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ചടങ്ങാണിത്. അതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശാക്തേയരും കാളി ഉപാസകരും ഭഗവതി ഭക്തരും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ചിലർ അടുത്തുള്ള കടലിൽ കുളിച്ച് ഭഗവതിയെ തൊഴുന്നു. ആദ്യകാലങ്ങളിൽ നടയ്ക്കൽ പൂവൻകോഴിയെ അറുത്ത് ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. 1953 മൃഗബലി പൊതുക്ഷേത്രങ്ങളിൽ നിരോധിച്ചതുമൂലം അതിനു പകരമായി ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങാണ് ഇന്ന് നടത്തപ്പെടുന്നത്. കൂടാതെ പ്രതീകാത്മകമായി കുമ്പളങ്ങ മുറിക്കലും കോഴിയെ പറപ്പിക്കലും നടത്തിവരുന്നു. നിരോധനം വരുന്നതിന് മുമ്പ് വടകരയിലെ തച്ചോളി വീട്ടിലെ അവകാശമായിരുന്നു ആദ്യത്തെ പൂവൻകോഴിയെ ബലി കഴിക്കുക എന്നത്. കോഴിക്കല്ല് മൂടിയാൽ പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടി നിർത്തിവെക്കുന്നു. പിന്നീട് നടത്തുറപ്പിന് ശേഷമേ വീണ്ടും ഇത് പുനരാരംഭിക്കുകയുള്ളൂ. കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞ് കാവിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ കിഴക്കുഭാഗത്തെ ഒരാലിൽ നിന്നും തെക്കുഭാഗത്തുള്ള ഒരാലിലേക്ക് കൊടിക്കൂറുകളും ചെറുമണികളും ഇടകലർത്തി കെട്ടിയ തോരണം ഉയരത്തിൽ വലിച്ചു കെട്ടുന്നു. അമ്പലത്തിന്റെ പ്രദക്ഷിണ വഴിയിലുള്ള ആലുകളിൽ തന്നെയാണ് ഇങ്ങനെ കെട്ടുന്നത്. ഇതിനെ വേണാടൻ കൊടിയേറൽ എന്നാണ് പറയുന്നത്. ഇത് കെട്ടുന്നതും എടമുക്കുകാരായ മൂപ്പന്മാർ തന്നെയാണ്. മീനമാസത്തിലെ തിരുവോണനാളിൽ അവകാശികളായ ഭഗവതി വീട്ടിലെ പ്രതിനിധികൾ വടക്കേ നടയിലെ നടപ്പന്തലിന്റെ അടുത്തുള്ള പ്രധാന ദീപസ്തംഭത്തിന് താഴെ വട്ടത്തിലുള്ള വലിയ 2 കല്ലുകൾ കുഴിയുണ്ടാക്കി അതിലിട്ട് മൂടുന്നു. അതിനുമേൽ മണൽത്തിട്ടയുണ്ടാക്കി ചുവന്ന പട്ട് പിരിക്കുന്നു. ഭഗവതി വീട്ടിലെ കാരണവർ തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിക്കും. കോഴികളെ ആദ്യം സമർപ്പിക്കുന്നത് അവകാശികളായിട്ടുള്ള വടക്കേ മലബാറിലെ തച്ചോളി തറവാട്ടിലെ പ്രതിനിധികൾ 3 തവണ മണൽത്തിട്ടയെ പ്രദക്ഷിണം ചെയ്ത് ചുവന്ന പട്ടിൽ പൂവൻകോഴികളെ സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ തെക്കു കിഴക്കേ മൂലയിൽ വേണാടൻ കൊടികൾ ഉയരും. തുടർന്ന് ക്ഷേത്ര അധികാരികളും പിന്നെ ഭക്തരും കോഴികളെ സമർപ്പിക്കും. അതോടുകൂടി കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് അവസാനിക്കുന്നു.